ഇപ്പോൾ കാക്കനാട് TV കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ കൂട്ടാത്മഹത്യ നടന്നുവെന്ന് സംശയിക്കുന്ന സ്ഥലത്ത് ഫോറൻസിക് സംഘം എത്തിയതായി അറിയുന്നു. അതുപോലെ അമൽ സുരേന്ദ്രൻ അറിയിക്കുന്ന IAS റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ഈ മരിച്ച ശാലിനി, സഹോദരി ശാലിനിയുടെ പേരിൽ പോലീസ് കേസ് ഉണ്ടായിരുന്നു എന്ന സംശയം ചിലരൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് മനീഷ് എന്ന കസ്റ്റംസ് ഓഫീസർ അവധിയെടുത്തായിട്ട് കാണുന്നത്. അദ്ദേഹം GSTയുടെ അഡീഷണൽ കസ്റ്റംസ് കമ്മീഷണറാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അല്പസമയത്തിനകം കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയും. അമൽ സുരേന്ദ്രൻ ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തുണ്ട്. അമൽ സുരേന്ദ്രൻ, എന്തൊക്കെയാണ് നമുക്കിപ്പോൾ പ്രേക്ഷകരോട് പറയാൻ കഴിയുന്ന വിവരങ്ങൾ? ഈ വാർത്ത ബ്രേക്ക് ചെയ്തതിന് ശേഷം കുറച്ചധികം സമയമായി, എന്നിട്ടും ഈ വാതിൽ തുറക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണോ നമുക്ക് ലഭിക്കുന്ന വിവരം? SKN അങ്ങനെ തന്നെയായിരുന്നു. ഈ സംഭവം പുറം ലോകം അറിഞ്ഞിട്ട് കുറേയധികം നേരമായി. പക്ഷേ ഇതുവരെയും ഈ വാതിൽ തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഏതായാലും ഇപ്പോൾ വാതിൽ തുറക്കുവാനുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഫോറൻസിക് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുവാനുണ്ടായിരുന്ന ഒരു താമസം മാത്രമായിരുന്നു. ഇത്ര നേരവുമായും പോലീസ് ഉദ്യോഗസ്ഥർക്ക് അകത്ത് കടക്കാൻ സാധിക്കാതിരുന്നതുണ്ട്. പക്ഷേ എന്തായാലും ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഫോറൻസിക് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർ വന്നതുകൊണ്ടുകൂടി തന്നെ സീൽ തുറന്ന് വീടിനകത്തേക്ക് കയറാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വീടിനകത്തേക്ക് കടന്നാൽ മാത്രമേ വീടിനകത്ത് എത്ര മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു, എന്താണ് സംഭവത്തിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ എന്നതിനെ കുറിച്ചെല്ലാം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഈ വീടിനുള്ളിലേക്ക് കടക്കേണ്ട സാഹചര്യമുണ്ട്. ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങളെല്ലാം ഈ വീടിന് പുറത്തു നിന്നും തുറന്നു കിടന്നിരുന്ന 2 ജനാലകൾ വഴി കസ്റ്റംസിലെ തന്നെ GST വകുപ്പിലെ കസ്റ്റംസ് വിഭാഗത്തിന്റെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ മരിച്ച മനീഷിന്റെ സഹപ്രവർത്തകർ ഇദ്ദേഹത്തെ കാണാതെ ഇവിടെ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ കണ്ട ചില ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള സംശയങ്ങളും ദുരൂഹതകളും എല്ലാം നിലനിൽക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഫോറൻസിക് ഉദ്യോഗസ്ഥരെല്ലാം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ പോലീസ് ഈ വീട് തുറന്ന് വീടിനകത്തേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതിനുശേഷം മാത്രമേ കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഏതായാലും ഇനി അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ അമ്മയുടെ മൃതദേഹം ഈ വീടിനകത്തുണ്ടോ എന്നൊരു സംശയമാണ് ഇപ്പോൾ പറയേണ്ടത്. അമ്മയെ ഇവരുടെ ജാർഖണ്ഡ് സ്വദേശികളായ ഇവർ, അതായത് മനീഷ് 1.5 വർഷം മുമ്പ് ഇവിടെ താമസമാക്കിയതാണ്. എന്നാൽ അമ്മയും സഹോദരിയും ഏതാണ്ട് 3.5 മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ് കാക്കനാട് ഉള്ള TV സെന്ററിലെ ഈ വീട്ടിലേക്ക്, ഈ ക്വാർട്ടേഴ്സ് വീട്ടിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത്. അമ്മയെല്ലാം ഇടയ്ക്കെല്ലാം ഈ വീടിന് പുറത്ത് പ്രാർത്ഥിക്കുന്ന രീതിയിലൊക്കെ അമ്മയെ കണ്ടതായി നാട്ടുകാർ പറയുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ മൃതദേഹവും ഉള്ളിലുണ്ടോ എന്നൊരു സംശയം മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് വ്യക്തമാകണമെങ്കിൽ പോലീസ് അകത്ത് കടക്കേണ്ടതുണ്ട്. ഏതായാലും സഹോദരിക്കയുടെ പേരിൽ ചില കേസുകൾ ഉണ്ടായിരുന്നതായി ഒരു അഭ്യൂഹം പരക്കുന്നുണ്ട്. ആ ഒരു വിഷയത്തിൽ നമുക്ക് ആധികാരികമായിട്ടുള്ളൊരു അറിയിപ്പ് കൊടുക്കാൻ സാധിക്കുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ആ വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം മാത്രമാണ് നടത്തുന്നത്. ഇപ്പോൾ റൂമർ എന്ന നിലയിലാണ് നമ്മളോട് പലരും ഈ ഒരു വിഷയം പറയുന്നത്. സഹോദരിയുടെ പേരിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. അത് IAS റാങ്ക് ലിസ്റ്റിൽ സഹോദരിയുടെ പേര് ഉൾപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള ഒരു വാറന്റ് ഉണ്ടായിരുന്നു. ഈ വാറന്റ് സംബന്ധിച്ച കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് താൻ ലീവ് എടുക്കുന്നത് എന്നാണ് മനീഷിന്റെ തന്നെ മേലധികാരികളോട് പറഞ്ഞതായിട്ട് ഇവിടെ ഒരു അഭ്യൂഹം പരക്കുന്നത്. ഏതായാലും അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കണമെങ്കിൽ പോലീസ് കുറെ കൂടി വ്യക്തത നൽകേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ആ വിഷയത്തിലുള്ള ആധികാരികമായിട്ടുള്ള ഒരു വാർത്ത നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഇപ്പോൾ ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തോടു കൂടി തന്നെ സംഭവ സ്ഥലത്തേക്ക് എത്തിയ ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തോട് തന്നെ പോലീസ് ഉള്ളിലേക്ക് കടക്കാനുള്ള നടപടിക്രമങ്ങളാണ് നടത്തുന്നത്. ഏതായാലും ഇത്രയും നേരം വൈകിയതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഇവിടെ എത്താനുണ്ടായിരുന്ന സമയ വിളംബമാണ്. ഏതായാലും ഇപ്പോൾ അത് ഇല്ലാതായിരിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് കൈമാറാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്. SKN അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കാക്കനാട് കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ ആത്മഹത്യ നടന്നു എന്നറിയുന്നു. 2 മൃതദേഹങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. എന്നാൽ മരിച്ചത് കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണർ മനീഷ് വിജയ്, അതുപോലെ സഹോദരി ശാലിനി വിജയ്. അമ്മയെ കാണാനില്ല എന്ന വാർത്ത കൂടി വരുന്നു. ശകുന്തള അഗർവാളാണ് അമ്മ. ഇവർ ജാർഖണ്ഡ് സ്വദേശികളാണ്. കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേ ഉള്ളൂ.